സിസ്റ്റമാറ്റിക്കായി പഠിക്കാം, സിസ്റ്റം മാറ്റി തന്നെ പഠിക്കാം. SCERT വാരി വലിച്ച് പഠിക്കാതെ ആവശ്യമുള്ളത് മാത്രം നമുക്ക് പഠിച്ചെടുത്താലോ? PSC Teaching Journal. Learn daily, win surely. ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഇന്ന് മൂന്നാമത്തെ ക്ലാസ്സാണ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ, തേർഡ് ചാപ്റ്ററിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതും ഓൾഡ് SCERT പ്ലസ് ന്യൂ SCERT. ന്യൂ SCERT ആദ്യം പഠിക്കുന്നു, ശേഷം ഓൾഡ് SCERTയും കൂടി ഒപ്പം പഠിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ന്യൂ SCERTയിലെ ജലം നിത്യജീവിതത്തിൽ, ഓൾഡ് SCERTയിലെ മാനത്തെ നിഴൽ കാഴ്ചകൾ. ക്ലാസ്സുകൾ മുഴുവനായി കാണാം. മുൻപത്തെ ക്ലാസ്സുകൾ കാണാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്താൽ മതി. പിന്നെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കുക. നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മടിക്കരുത്. 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ മൂന്നാമത്തെ പാഠഭാഗം ജലം നിത്യജീവിതത്തിൽ. ജലം നിത്യജീവിതത്തിൽ എന്നതാണ് ഇന്നത്തെ നമ്മൾ പഠിച്ചെടുക്കുന്ന പാഠഭാഗം. നമ്മുടെ ശരീരത്തിൽ ജലത്തിൻ്റെ പ്രാധാന്യം. മനുഷ്യ ശരീരത്തിലെ ഒരു പ്രധാന ഘടകമാണ് ജലം. എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും നമുക്ക് ജലം അത്യാവശ്യമാണ്. വീട്ടിലേക്ക് ജലം കിട്ടുന്ന സ്രോതസ്സുകൾ കിണർ, കുഴൽക്കിണർ, മഴവെള്ളം, അരുവി, കുളം, കനാലുകൾ എന്നിവയൊക്കെയാണ്. വീട്ടിലേക്ക് ജലം കിട്ടുന്ന സ്രോതസ്സുകൾ കിണർ, കുഴൽക്കിണർ, മഴവെള്ളം, അരുവി, കുളം, കനാലുകൾ. പുഴവെള്ളം നാം എന്തിനെല്ലാമാണ് ഉപയോഗിക്കുന്നത്? കുളിക്കുന്നതിന്, കൃഷിക്ക്, അങ്ങനെ നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും പുഴവെള്ളം ഉപയോഗിക്കുന്നുണ്ട്. വസ്ത്രമലക്കാൻ, വ്യാവസായിക ആവശ്യങ്ങൾക്ക്, വൈദ്യുതി നിർമ്മാണത്തിന്, കുടിവെള്ളത്തിന് എല്ലാം ഉപയോഗിക്കുന്നു. കുടിക്കാനും മറ്റ് വീട്ടാവശ്യങ്ങൾക്കും പുഴവെള്ളം നേരിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. പുഴയിലെ വെള്ളം ശുദ്ധീകരിച്ചാണ് വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്നത്. പുഴയിലെ വെള്ളം ശുദ്ധീകരിച്ചാണ് വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്നത്. വെള്ളം ശുദ്ധീകരിക്കുന്നതിൻ്റെ ഘട്ടങ്ങൾ കൊടുത്തിട്ടുണ്ട്. പുഴവെള്ള ശുദ്ധീകരണ ഘട്ടങ്ങൾ നോക്കൂ. വലിയ മാലിന്യങ്ങൾ അരിച്ചു മാറ്റുന്നു. ഒന്നാമത്തേതായി വലിയ മാലിന്യങ്ങൾ അരിച്ചു മാറ്റുന്നു. മാലിന്യങ്ങൾ അടിയാൻ അനുവദിക്കുന്നു. ശേഷം പല തട്ടുകളുള്ള അരിപ്പകൾ കൊണ്ട് അരിച്ചു മാറ്റുന്നു. പിന്നെയാണ് രോഗാണുക്കളെ നശിപ്പിക്കുന്നത്. ശുദ്ധജലത്തിന്റെ വിതരണ ഘട്ടങ്ങൾ ടാങ്കിൽ സംഭരിക്കുന്നു, ജലം വീടുകളിലേക്ക് എത്തിക്കുന്നു. എന്തെല്ലാം ധർമ്മങ്ങളാണ് ജലം സസ്യങ്ങളിൽ നിർവഹിക്കുന്നത്? പ്രകാശ സംശ്ലേഷണത്തിന് ജലം ആവശ്യമാണ്. ആഹാരത്തെ ഇലകളിൽ നിന്നും മറ്റു സസ്യഭാഗങ്ങളിൽ എത്തിക്കുന്നതിന് ജലം ആവശ്യമാണ്. ആഗിരണം ചെയ്ത ലവണങ്ങൾ ഇലകളിൽ എത്തിക്കുന്നതിന്, സസ്യ ശരീരത്തിൻ്റെ ഘടന നിലനിർത്തുന്നതിന് എന്നീ ധർമ്മങ്ങൾക്കെല്ലാം തന്നെ സസ്യങ്ങൾക്ക് ജലം ആവശ്യമാണ്. ഇനി ആഹാരത്തെ ഇലകളിൽ നിന്നും മറ്റ് സസ്യഭാഗങ്ങളിൽ എത്തിക്കുന്നതിന്, ആഗിരണം ചെയ്ത ലവണങ്ങൾ ഇലകളിൽ എത്തിക്കുന്നതിന്, പ്രകാശ സംശ്ലേഷണത്തിന്, സസ്യ ശരീരത്തിൻ്റെ ഘടന നിലനിർത്തുന്നതിന് എല്ലാം ജലത്തിൻ്റെ ധർമ്മങ്ങളാണ്. ശുദ്ധജലത്തിൻ്റെ നിർവചനം. ശുദ്ധജലത്തിന് നിറമോ മണമോ രുചിയോ ഇല്ല. ജലത്തിന് നിശ്ചിത ആകൃതിയില്ല. ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ ആകൃതി ജലം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ശരീരത്തിലെ ജലത്തിൻ്റെ ഏകദേശ അളവാണ് നോക്കുന്നത്. തലച്ചോറിലെ 73% ജലമാണുള്ളത്. രക്തത്തിലെ ജലത്തിൻ്റെ അളവ് 94%. വൃക്കകളിലെ ജലത്തിൻ്റെ അളവ് 79%. പേശികളിലെ ജലത്തിൻ്റെ അളവ് 75%. ഹൃദയത്തിൽ ജലത്തിൻ്റെ അളവ് 75%. ശ്വാസകോശങ്ങളിൽ അത് 83%. അസ്ഥികളിൽ 31% ജലമാണ്. തലച്ചോറിൽ 73%, രക്തത്തിൽ 94% ജലമാണ്. വൃക്കകളിൽ 79%, പേശികളിൽ 75% ജലമാണ്. ഹൃദയത്തിലെ ജലത്തിൻ്റെ അളവ് 75%, ശ്വാസകോശങ്ങളിലെ ജലത്തിൻ്റെ അളവ് 83%, അസ്ഥികളിലെ ജലത്തിൻ്റെ അളവ് 31%. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള വസ്തുക്കളുടെ കഴിവ് നമ്മുടെ വിവിധ ആവശ്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്താറുണ്ട്. അത്തരം ചില സന്ദർഭങ്ങളാണ് ചങ്ങാടത്തിലെ യാത്ര, ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ചുള്ള നീന്തൽ, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്, വാഴപ്പിണ്ടി ഉപയോഗിച്ചുള്ള നീന്തൽ, വാഹനങ്ങളുടെ കാറ്റ് നിറച്ച ട്യൂബുകൾ ഉപയോഗിച്ചുള്ള നീന്തൽ, നദിയിലൂടെ തടി, ഈറ്റക്കെട്ട് എന്നിവ കൊണ്ടുപോകാൻ എന്നിവയൊക്കെ നമ്മൾ ജലത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ജലത്തിൽ ലയിക്കുന്നവ, ജലത്തിൽ ലയിക്കാത്ത വസ്തുക്കളെല്ലാം ഉണ്ട്. പഞ്ചസാര, ഉപ്പ്, വിനാഗിരി, അപ്പക്കാരം, സോപ്പ് പൊടി, മണ്ണെണ്ണ, വെളിച്ചെണ്ണ, മെഴുക്, കർപ്പൂരം, തുരിശ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഇവയെല്ലാം തന്നെ വെള്ളത്തിൽ ഏതാണ് ലയിക്കുന്നത്? ഇനി വെള്ളത്തിൽ ലയിക്കാത്തതുണ്ടോ? ഇത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള പരീക്ഷണമാണ്. അപ്പോൾ അത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. ജലത്തിൽ ലയിക്കുന്നവ, ജലത്തിൽ ലയിക്കാത്തവ. ജലത്തിൽ ലയിക്കുന്നവ പഞ്ചസാര, ഉപ്പ്, വിനാഗിരി, അപ്പക്കാരം, സോപ്പ് പൊടി, തുരിശ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്നിവയെല്ലാം ജലത്തിൽ ലയിക്കുന്നു. എന്നാൽ ജലത്തിൽ ലയിക്കാത്ത വസ്തുക്കളാണ് മണ്ണെണ്ണ, വെളിച്ചെണ്ണ, മെഴുക്, കർപ്പൂരം. ഇത് ജലത്തിൽ പൊങ്ങിക്കിടക്കും, അല്ലേ? നമുക്കറിയാം. ഇനി അക്വേറിയത്തിലെ മത്സ്യങ്ങൾക്ക് ശ്വസിക്കാൻ ഓക്സിജൻ ലഭിക്കുന്നത്
ജലത്തിൽ ചേർന്ന ഓക്സിജനാണ് മത്സ്യങ്ങൾ ശ്വസിക്കുന്നത്. അപ്പോൾ അക്വേറിയത്തിലെ മത്സ്യങ്ങൾക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ജലത്തിൽ ഓൾറെഡി ഓക്സിജൻ ഉണ്ട്. ഈ ഓക്സിജനാണ് മത്സ്യങ്ങൾ ശ്വസിക്കുന്നത്. സോഡ ഉണ്ടാക്കുന്നത് ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചാണ് സോഡ ഉണ്ടാക്കുന്നത് ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചിട്ടാണ്. എന്താണ് ലീനം? ലയിച്ചു ചേർന്ന വസ്തുവിനെ ലീനം എന്ന് വിളിക്കുന്നു. ലായകം. ലീനം എന്തിലാണോ ലയിച്ചു ചേരുന്നത് ആ വസ്തുവിനെ ലായകം എന്ന് പറയുന്നു. ലായനി. ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി. അപ്പോൾ ലീനം ലയിച്ചുണ്ടാകുന്നതാണ് ലായനി. ലീനം, ലായകം, ലായനി, ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ്. ലീനം ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലീനം എന്നും ലീനം എന്തിലാണോ ലയിച്ചു ചേരുന്നത് ആ വസ്തുവിനെയാണ് ലായകം എന്നും, ലായനി എന്നാൽ ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി. അപ്പോൾ ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ലായനി, ലീനം, ലായകം. പഞ്ചസാര ലായനിയിലെ ലീനം എന്ന് പറയുന്നത് പഞ്ചസാരയും ലായകം വെള്ളവുമാണ്. സോഡയിലെ ലീനം കാർബൺ ഡൈ ഓക്സൈഡും ലായകം വെള്ളവുമാണ്. തുരിശ് ലായനിയിലെ ലീനം തുരിശും ലായകം വെള്ളവുമാണ്. നേർപ്പിച്ച വിനാഗിരിയിലെ ലീനം വിനാഗിരിയും ലായകം വെള്ളവുമാണ്. ലായകം എപ്പോഴും എന്തായിരിക്കും? വെള്ളമായിരിക്കും. അതൊന്ന് നോട്ട് ചെയ്യാം. ചക്ക, പശ, ടാർ എന്നിവ പറ്റിപ്പിടിച്ചാൽ എങ്ങനെ നീക്കം ചെയ്യും? ഈ ക്വസ്റ്റ്യന് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. മഷി ആൽക്കഹോളിൽ ലയിക്കുന്നു. സാനിറ്റൈസറിൽ ആൽക്കഹോൾ അടങ്ങിയിട്ടുണ്ട്. അതിനാൽ സാനിറ്റൈസർ ഉപയോഗിച്ച് വസ്ത്രത്തിൽ പുരണ്ട ബോൾ പോയിന്റ് പേനയുടെ മഷി നമുക്ക് നീക്കം ചെയ്തെടുക്കാവുന്നതാണ്. വെള്ളത്തിൽ ലയിക്കുന്ന വസ്തുക്കൾ മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും ലയിക്കുമോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിന് ഒരു എക്സ്പെരിമെൻ്റ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആൻസർ ഒന്ന് നോക്കി വെക്കാം. വെള്ളത്തിൽ ലയിക്കുന്ന വസ്തുക്കൾ മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും ലയിക്കുമോ? പട്ടികയിൽ നൽകിയിരിക്കുന്ന ലീനങ്ങൾ വിവിധ ലായകങ്ങളിൽ ലയിപ്പിച്ചു നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലായകമായിട്ട് കൊടുത്തിട്ടുള്ളത് ജലം, മണ്ണെണ്ണ, വെളിച്ചെണ്ണ. ജലത്തിൽ പഞ്ചസാര ലയിക്കുന്നു, ഉപ്പ് ലയിക്കുന്നു, അപ്പക്കാരം ലയിക്കുന്നു, തുരിശ് ലയിക്കുന്നു. എന്നാൽ ജലത്തിൽ കർപ്പൂരം ലയിക്കുന്നില്ല. മണ്ണെണ്ണയിൽ പഞ്ചസാര ലയിക്കില്ല, ഉപ്പ് ലയിക്കുന്നില്ല, അപ്പക്കാരം ലയിക്കുന്നില്ല, തുരിശ് ലയിക്കുന്നില്ല, കർപ്പൂരം മാത്രം ലയിക്കുന്നു. ഇനി വെളിച്ചെണ്ണയിൽ പഞ്ചസാര ലയിക്കുന്നില്ല, ഉപ്പ് ലയിക്കുന്നില്ല, അപ്പക്കാരം ലയിക്കുന്നില്ല, തുരിശ് ലയിക്കുന്നില്ല, കർപ്പൂരം മാത്രം ലയിക്കുന്നു. വെളിച്ചെണ്ണയിലും മണ്ണെണ്ണയിലും കർപ്പൂരം മാത്രമാണ് ലയിക്കുന്നത്. ജലത്തിലെല്ലാം ലയിക്കുന്നുണ്ട്, പക്ഷേ കർപ്പൂരം മാത്രം ലയിക്കുന്നില്ല. സാർവിക ലായകം എന്നറിയപ്പെടുന്നത് ജലത്തിനെയാണ്. കാരണം ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിവുണ്ട്. അതിനാൽ ജലത്തെ സാർവിക ലായകം എന്ന് വിളിക്കുന്നു. ലായനികൾ പലതരത്തിലുണ്ട്. ഖരം ദ്രാവകത്തിൽ ലയിച്ചത്, വാതകം ദ്രാവകത്തിൽ ലയിച്ചത്, രണ്ട് ദ്രാവകങ്ങൾ ലയിച്ചത്, രണ്ട് ഖരവസ്തുക്കൾ ലയിച്ചത്. ഇതൊക്കെ ഉദാഹരണ സഹിതം കൊടുത്തിട്ടുണ്ട്. ഖരം ദ്രാവകത്തിൽ ലയിച്ചത്, ഉദാഹരണം ഉപ്പുവെള്ളമാണ്. കല്ലുപ്പ് ഖരാവസ്ഥയിലാണുള്ളത്, അത് വെള്ളത്തിലിടുമ്പോൾ ലയിക്കുന്നു അല്ലേ. ഇനി വാതകം ദ്രാവകത്തിൽ ലയിച്ചത്, സോഡ വെള്ളം. അത് നമ്മൾ പൊട്ടിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് എന്ത് വരുന്നു? വാതകമാണ് വരുന്നത് അല്ലേ. അപ്പോൾ വാതകം ദ്രാവകത്തിൽ ലയിച്ചതിന് ഉദാഹരണം സോഡ വെള്ളം. രണ്ട് ദ്രാവകങ്ങൾ ലയിച്ചത്, വിനാഗിരിയും ജലവും. അത് രണ്ടും ദ്രാവകാവസ്ഥയിലുള്ളവയാണ്. രണ്ട് ഖരവസ്തുക്കൾ ലയിച്ചത്, ഉദാഹരണം ലോഹങ്ങൾ ഉരുക്കിയുണ്ടാക്കുന്ന സങ്കരലോഹങ്ങൾ, സ്വർണം, സ്റ്റെയിൻലെസ് സ്റ്റീല്, പിച്ചള എന്നിവയെല്ലാം. രണ്ട് ഖരവസ്തുക്കൾ ലയിച്ചത്, ഉദാഹരണം ലോഹങ്ങൾ ഉരുക്കിയുണ്ടാക്കുന്ന സങ്കരലോഹങ്ങളാണ്, സ്വർണം, സ്റ്റെയിൻലെസ് സ്റ്റീൽ, പിച്ചള മുതലായവ. ജലത്തിൻ്റെ ലായകശേഷി പ്രയോജനപ്പെടുത്തുന്ന കൂടുതൽ ഉദാഹരണങ്ങൾ നോക്കാം. വസ്ത്രങ്ങൾ അലക്കാൻ, വിവിധ തരം പാനീയങ്ങൾ തയ്യാറാക്കുന്നതിന്, മരുന്നുകൾ കഴിക്കുമ്പോൾ, ചെടികൾ നനയ്ക്കുമ്പോൾ, പെയിൻറ്റുകൾ നേർപ്പിക്കുമ്പോൾ, അഴുക്കുകൾ കഴുകിക്കളയുമ്പോൾ, വെള്ളം, പഞ്ചസാര, മഷി എന്നിവ ഉപയോഗിച്ച് പരീക്ഷണങ്ങൾ ചെയ്തു നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സന്ദർഭം 1. ഒന്നാമത്തെ സന്ദർഭത്തിൽ 2 ഗ്ലാസുകളിൽ വെള്ളമെടുത്ത് ഒന്നിൽ പഞ്ചസാര തരികളും മറ്റൊന്നിൽ പൊടിച്ച പഞ്ചസാരയും ലയിപ്പിച്ചു നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നിരീക്ഷണം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ, ടെക്സ്റ്റ് ബുക്കിലുള്ളത് കൊണ്ട്. പൊടിക്കാത്ത പഞ്ചസാര പതുക്കെ അലിയുന്നു, പൊടിച്ച പഞ്ചസാര വേഗത്തിൽ അലിയുന്നു. ഇനി രണ്ടാമത്തെ സന്ദർഭത്തിൽ 2 ഗ്ലാസുകളിൽ വെള്ളമെടുത്ത് ഒന്നിൽ പഞ്ചസാര ഇളക്കാതെയും രണ്ടാമത്തേതിൽ പഞ്ചസാര ഇളക്കിയും ലയിപ്പിച്ചു നോക്കാനാണ്. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നിരീക്ഷണം എന്താണെന്ന് വെച്ചാൽ പഞ്ചസാര ഇളക്കുന്നു, വേഗത്തിൽ അലിയുന്നു. പഞ്ചസാര ഇളക്കുന്നില്ല, പതുക്കെ അലിയുന്നു. ഇനി മൂന്നാമത്തെ സന്ദർഭത്തിൽ 1 ഗ്ലാസ്സിൽ ചൂടുവെള്ളവും മറ്റൊരു ഗ്ലാസ്സിൽ തണുത്ത വെള്ളവും എടുത്ത് ഒരു തുള്ളി മഷി ലയിപ്പിച്ചു നോക്കാൻ. അതിൽ നിന്നുള്ള നിരീക്ഷണം മഷി ചൂടുവെള്ളത്തിൽ വേഗത്തിൽ അലിയുന്നു, മഷി ചൂടില്ലാത്ത വെള്ളത്തിൽ
സാവധാനത്തിലും അലിയുന്നു. പഞ്ചസാരയും മഷിയും ലയിക്കുന്നതിൻ്റെ വേഗതയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാരയും മഷിയും ലയിക്കുന്നതിൻ്റെ വേഗതയിൽ വ്യത്യാസം ഉണ്ട്. പഞ്ചസാര എന്ന് വെച്ചാൽ തരിയാണ്, മഷി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ടും ദ്രാവകങ്ങളാണ് അല്ലേ. വസ്തുക്കളുടെ ലയന വേഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നോക്കാം. ഒന്നാമത്തെ സന്ദർഭത്തിൽ പഞ്ചസാര പൊടിക്കുമ്പോൾ അതിൻ്റെ പ്രതല വിസ്തീർണം കൂടുന്നു, വേഗത്തിൽ ജലവുമായി കൂടിച്ചേർന്ന് ലയനം നടക്കുന്നു. രണ്ടാമത്തെ സന്ദർഭത്തിൽ പഞ്ചസാര വെള്ളത്തിൽ ഇട്ട് ഇളക്കുമ്പോഴും ജലവുമായുള്ള സമ്പർക്കം വേഗത്തിലാകുന്നു, ലയനം വേഗത്തിൽ നടക്കുന്നു. മൂന്നാമത്തെ സന്ദർഭത്തിൽ താപനില ഉയരുന്നത് മൂലം, ചൂടാക്കിയ വെള്ളത്തിലാണ് മഷി ഒഴിക്കുന്നത് അല്ലേ, താപനില ഉയരുന്നത് മൂലം ദ്രാവക തന്മാത്രകളുടെ കൂട്ടിമുട്ടൽ വേഗത്തിലായി ലയന വേഗതയും വർദ്ധിക്കുന്നു. ഐസ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? വെള്ളത്തിൻ്റെ ഖരാവസ്ഥയാണ് ഐസ്. 0 ഡിഗ്രി സെൽഷ്യസിൽ ജലം ഘനീഭവിച്ച് ഐസായി മാറുകയാണ് ചെയ്യുന്നത്. വെള്ളത്തിൻ്റെ ഖരാവസ്ഥയാണ് ഐസ്. 0 ഡിഗ്രി സെൽഷ്യസിൽ ജലം ഘനീഭവിച്ച് ഐസായി മാറുന്നു. നമ്മുടെ നിത്യജീവിതത്തിൽ നാം എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ഐസ് ഉപയോഗിക്കാറുള്ളത്? ചികിത്സാരംഗത്ത് വേദന, അണുബാധ, നീർക്കെട്ട് എന്നിവ കുറയ്ക്കാനായി ഐസ് ഉപയോഗിക്കുന്നു. ഐസ് സ്പോർട്സുകൾ, സ്കേറ്റിംഗ്, ഐസ് ഹോക്കി എന്നിവയ്ക്ക് ഐസ് വേണം. പിന്നെ ഐസ് ഉപയോഗിച്ച് ആർട്ട് വർക്കുകൾ ചെയ്യുന്നു. പാനീയങ്ങൾ തണുപ്പിച്ച് ഉപയോഗിക്കുന്നു. മരുന്നുകൾ കേടാവാതെ ഇരിക്കുന്നതിനും ഐസ് ഉപയോഗിക്കുന്നുണ്ട്. ഐസ് അല്പസമയം പുറത്തു വെച്ചിരുന്നാൽ എന്താണ് സംഭവിക്കുക? ഇതിന് കാരണം എന്താണ്? ഐസ് കുറച്ച് സമയം പുറത്തു വെച്ചിരുന്നാൽ പെട്ടെന്ന് ഉരുകി വെള്ളമായി മാറുന്നു. ഇതിന് കാരണം ഐസ് താപോർജ്ജം സ്വീകരിച്ച് ജലം ആവുകയാണ് ചെയ്യുന്നത്. ചുറ്റുപാടിൽ നിന്നും താപം ആഗിരണം ചെയ്ത് ഐസ് പതുക്കെ ഉരുകുന്നു. ചൂടാകുമ്പോൾ ഐസ് വേഗത്തിൽ ഉരുകുന്നു. ജലം ചൂടാക്കുമ്പോൾ നീരാവി ഉണ്ടാകുന്നു. നീരാവി തണുത്ത് വീണ്ടും ജലമായി മാറുന്നു. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഓരോ സന്ദർഭങ്ങളും അവ നിരീക്ഷിച്ച കാര്യങ്ങളും എഴുതാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിൽ വെച്ചിരിക്കുന്ന ഐസ്, നോർമലി ഒരു പാത്രത്തിൽ ഒരു ഐസ് നമ്മൾ വെച്ചിരുന്നാൽ അത് സാവധാനം ഉരുകി ജലമാവുകയാണ് ചെയ്യുക. ഇനി ഐസ് ചൂടാക്കുമ്പോൾ നമ്മൾ ഐസ് ഒരു പാത്രത്തിൽ വെച്ചിട്ട് സ്റ്റൗ ഓണാക്കി ചൂടാക്കി അത് പെട്ടെന്ന് ഉരുകി ജലമാകും. പാത്രത്തിൽ വെള്ളം തിളയ്ക്കുമ്പോൾ, പാത്രത്തിൽ ഒരുപാട് സമയം വെള്ളം തിളയ്ക്കുമ്പോൾ മൂടി വെച്ച പാത്രത്തിൻ്റെ മേലെ നമുക്ക് കാണാൻ പറ്റും വെള്ളത്തുള്ളികൾ അല്ലേ, അത് പെട്ടെന്ന് നീരാവിയായി മാറുന്നു. പാത്രത്തിൽ വെള്ളം തിളയ്ക്കുമ്പോൾ നീരാവിയായി മാറുന്നു. വെള്ളം തിളപ്പിച്ച ശേഷം പാത്രത്തിൻ്റെ അടപ്പിൻ്റെ അടിഭാഗം നോക്കിയപ്പോൾ എന്താണ് കാണുന്നത്? നീരാവി തണുത്ത് വീണ്ടും ജലമായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഐസിൽ നിന്ന് വീണ്ടും ജലമാകുന്ന ഒരു പ്രക്രിയയാണ് ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് കൊടുത്തിട്ടുള്ളത് ചൂട് വഹിക്കാൻ ജലത്തിനുള്ള കഴിവ് പല സന്ദർഭങ്ങളിലും നാം നമ്മുടെ നിത്യജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അത്തരം സന്ദർഭങ്ങളെയാണ് കൊടുത്തിട്ടുള്ളത്. അരി വേവിക്കാൻ നമുക്ക് എന്തായാലും ചൂടുവെള്ളം വേണം. നന്നായി തിളച്ച വെള്ളത്തിലാണ് അരി നമുക്ക് വെന്ത് കിട്ടുള്ളൂ അല്ലേ, അരി വേവിക്കുന്നതിന്. പിന്നെ ചികിത്സാരംഗത്ത് ആവി പിടിക്കാൻ നമുക്ക് ചൂടുള്ള ജലം വേണം. പിന്നെ വേദന കുറയ്ക്കാൻ, പേശികൾക്ക് റിലാക്സ് ആവാൻ നമ്മൾ ഹോട്ട് ബാഗൊക്കെ യൂസ് ചെയ്യാറുണ്ട് വേദന കുറയ്ക്കാൻ. പിന്നെ വ്യവസായ രംഗത്ത് ഡിസ്റ്റിലേഷൻ, അണുവിമുക്തമാക്കാൻ, രാസപ്രവർത്തനങ്ങൾ എന്നിവയ്ക്കെല്ലാം നമ്മൾ നല്ല ചൂടുള്ള ജലം ആവശ്യമായി വരുന്നുണ്ട്. പിന്നെ വ്യവസായ രംഗത്ത് ഉപയോഗിക്കുന്നു വൈദ്യുത നിർമ്മാണത്തിന് നീരാവി ഉപയോഗിച്ചുള്ള ടർബൈനുകൾ. ഇനി സ്റ്റീം എൻജിനുകൾ. അടുത്തത് നനഞ്ഞ തുണി ഉണങ്ങുമ്പോൾ തുണിയിലെ ജലാംശത്തിന് എന്താണ് സംഭവിക്കുന്നത്? ചൂടാവുമ്പോൾ ജലം ബാഷ്പമായി ഉയരുന്നു. നനഞ്ഞ തുണി ഉണങ്ങുമ്പോൾ തുണിയിലെ ജലാംശം ബാഷ്പമായി ഉയരുന്നു. ജലാംശം മുഴുവൻ ബാഷ്പീകരിക്കപ്പെടുന്നത് വരെ ഈ പ്രക്രിയ തുടരുന്നു. അങ്ങനെയാണ് തുണികൾ ഉണങ്ങുന്നത്. അപ്പോൾ ചൂടാകുമ്പോൾ ജലം ബാഷ്പമായി, നനഞ്ഞ തുണി ഉണങ്ങുമ്പോൾ തുണിയിലെ ജലാംശത്തിന് എന്ത് സംഭവിക്കുകയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതും കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ചൂടാവുമ്പോൾ ജലം ബാഷ്പമായി ഉയരുന്നു. നനഞ്ഞ തുണി ഉണങ്ങുമ്പോൾ തുണിയിലെ ജലാംശം ബാഷ്പമായി ഉയരുന്നു. ജലാംശം മുഴുവൻ ബാഷ്പീകരിക്കപ്പെടുന്നത് വരെ ഈ പ്രക്രിയ തുടരുന്നു. അങ്ങനെ തുണികൾ ഉണങ്ങുന്നു. എന്താണ് ബാഷ്പീകരണം? ബാഷ്പീകരണം എന്നാൽ ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ചെറിയ കണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിന് ബാഷ്പീകരണം എന്ന് പറയുന്നു. അപ്പോൾ ചെറിയ ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അതൊന്ന് നോട്ട് ചെയ്യാം. ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ചെറിയ കണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിന് ബാഷ്പീകരണം എന്ന് പറയുന്നു. ചൂടാകുമ്പോൾ ബാഷ്പീകരണത്തിൻ്റെ തോത് വർദ്ധിക്കുന്നു. ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കുന്നുണ്ട്. ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥമാണ് ജലം.
അപ്പോൾ എന്താണ് ബാഷ്പീകരണം? ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ചെറിയ കണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിന് ബാഷ്പീകരണം എന്ന് പറയുന്നു. ചൂടാകുമ്പോൾ ബാഷ്പീകരണത്തിൻ്റെ തോതിന് എന്ത് മാറ്റം സംഭവിക്കുന്നു? ബാഷ്പീകരണത്തിൻ്റെ തോത് വർദ്ധിക്കുന്നു. ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കുന്ന ഒന്നാണ്. ഇനി ജലത്തിൻ്റെ പ്രത്യേകത പറയുന്നുണ്ട്. ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥമാണ് ജലം. ജലാശയങ്ങൾ വരുമ്പോൾ സമീപത്തെ വീടുകളിലെ കിണറുകളിലെ ജലനിരപ്പിന് എന്ത് സംഭവിക്കുന്ന ചോദിച്ചിട്ടുള്ളത്. ജലാശയങ്ങൾ വരുമ്പോൾ സമീപത്തെ വീടുകളിലെ കിണറുകളിലെ ജലനിരപ്പിന് എന്ത് സംഭവിക്കും? ജലസ്രോതസ്സുകൾ വറ്റുമ്പോൾ ജലനിരപ്പ് താഴുന്നു. ജലം വിതാനം പാലിക്കുന്നു. ഇത് സമീപത്തെ വീടുകളിലെ കിണറുകളിലെ ജലനിരപ്പ് താഴാനിടയാവുന്നു. അപ്പോൾ ജലാശയങ്ങൾ വറ്റുമ്പോൾ സമീപത്തെ വീടുകളിലെ കിണറുകളിലെ ജലനിരപ്പിന് എന്ത് സംഭവിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ജലസ്രോതസ്സുകൾ വറ്റുമ്പോൾ ജലനിരപ്പ് താഴുന്നു. ജലം വിതാനം പാലിക്കുന്നു എന്നതിൻ്റെ ഒരു എക്സാമ്പിളാണിത്. ഇതുകൊണ്ട് ജലം വിതാനം പാലിക്കുമ്പോൾ സമീപത്തെ വീടുകളിലേക്ക് കിണറുകളിലെ ജലനിരപ്പ് താഴാനിടയാകുന്നു. നമുക്ക് ചുറ്റുമുള്ള ശുദ്ധജല സ്രോതസ്സുകളാണ് അരുവികൾ, പുഴകൾ, കുളങ്ങൾ, നദികൾ, ഭൂഗർഭജലം, ഹിമാനികൾ, മഴവെള്ളം എന്നിവയെല്ലാം. മഴ ഉണ്ടാകുന്നത് എങ്ങനെ? ജലാശയങ്ങളിലെയും സസ്യങ്ങളിലെയും ജലം സൂര്യൻ്റെ ചൂടേറ്റ് നീരാവിയായ അന്തരീക്ഷത്തിലെത്തുന്നു. നീരാവി തണുത്ത് മേഘമായും മേഘം തണുത്ത് മഴയായും മാറുന്നു. ഈ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് മഴ ഉണ്ടാകുന്നത്. ജലാശയങ്ങളിലെയും സസ്യങ്ങളിലെയും ജലം സൂര്യൻ്റെ ചൂടേറ്റ് നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്നു. നീരാവി തണുത്ത് മേഘമായും മേഘം തണുത്ത് മഴയായും മാറുന്നു. മഴവെള്ള സംരക്ഷണ മാർഗങ്ങൾ എന്തൊക്കെയാണ്? മഴവെള്ള സംഭരണി, തടയണ, കയ്യാല, കിണർ റീചാർജിംഗ്, മഴക്കുഴി, തട്ടുകളാക്കിയ ചരിഞ്ഞ ഭൂമി തടമെടുക്കൽ, സിൽപോളിൻ, ജലസംഭരണി എന്നിവയെല്ലാം. ഇനി ജലമലിനീകരണത്തിന് കാരണമാകുന്ന മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. പുഴയിൽ വാഹനങ്ങൾ കഴുകുന്നതും കന്നുകാലികളെ കുളിപ്പിക്കുന്നതും, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജലസ്രോതസ്സുകളിലേക്ക് എറിയുന്നത്, മത്സ്യ മാംസ വിപണികളിൽ നിന്ന് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നു, ഫാക്ടറികളിൽ നിന്ന് മാലിന്യം വലിച്ചെറിയുന്നു, മലിനജലം ഒഴുക്കി വിടുന്നതിലൂടെ കൃഷിയിടങ്ങളിലെ കീടനാശിനി തളിക്കൽ എന്നിവയൊക്കെ ജലമലിനീകരണത്തിന് കാരണമാകുന്ന മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളാണ്. ഇനി ജലത്തിൻ്റെ സവിശേഷത എന്തൊക്കെയാണ്? ജലത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട്. ഒഴുകുന്നു, വസ്തുക്കളെ ലയിപ്പിക്കുന്നു, താപം വഹിക്കുന്നു എന്നിവയെല്ലാം ജലത്തിൻ്റെ സവിശേഷതകളാണ്. ഒഴുകുന്നു, വസ്തുക്കളെ ലയിപ്പിക്കുന്നു, താപം വഹിക്കുന്നു. ജലത്തിൻ്റെ അവസ്ഥകൾ: ഖരം, ദ്രാവകം, വാതകം. കുടിക്കാൻ ഏറ്റവും സുരക്ഷിതമായ ജലസ്രോതസ്സ് കിണർ വെള്ളമാണ്. പുഴ, കുളം എന്നിവയിലെ ജലം കുടിവെള്ളമാക്കി മാറ്റാൻ കഴിയുന്നത് എങ്ങനെയാണ്? പുഴ, കുളം എന്നിവയിലെ ജലം കുടിവെള്ളമാക്കി മാറ്റാൻ കഴിയുന്ന പ്രോസസ്സ് അരിക്കൽ, ക്ലോറിനേഷൻ, ഡിസ്റ്റിലേഷൻ മുതലായ മാർഗങ്ങൾ ഉപയോഗിച്ചാണ് നദിയിലെയും കുളങ്ങളിലെയും വെള്ളം ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ജലത്തിൻ്റെ സവിശേഷതകൾക്ക് യോജിച്ച ഉദാഹരണങ്ങൾ നിത്യജീവിത സന്ദർഭത്തിൽ നിന്ന് കണ്ടെത്തി എഴുതാനാണ്. ജസ്റ്റ് ഒന്ന് നോക്കാം. ജലത്തിൻ്റെ സവിശേഷതകളും നിത്യജീവിത സന്ദർഭവും. താപം വഹിക്കുന്നു, അത് ജലത്തിൻ്റെ ഒരു സവിശേഷതയാണ്. അതുമായി റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? ഭക്ഷണം പാചകം ചെയ്യുക, വ്യാവസായിക ആവശ്യങ്ങൾ, ഇതൊക്കെ താപം വഹിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇനി ജലം വിതാനം പാലിക്കുന്നത്. കെട്ടിട നിർമ്മാണത്തിനായി ലെവൽ ട്യൂബ് ഉപയോഗിക്കുന്നത്. സാർവിക ലായകമാണ്. പാനീയങ്ങളിൽ മധുരം ചേർക്കാൻ, വസ്ത്രങ്ങൾ അലക്കാൻ. ഇപ്പോൾ സാർവിക ലായകമാണ് ജലം. ബാഷ്പീകരിക്കാനുള്ള കഴിവ്. നനഞ്ഞ തുണികൾ ഉണങ്ങുന്നു. ആവി ഉപയോഗിച്ച് പുട്ടുണ്ടാക്കുന്നതൊക്കെ ജലത്തിൻ്റെ ബാഷ്പീകരിക്കാനുള്ള കഴിവ് മൂലമാണ്. ഇനി സഹായക വിവരങ്ങൾ. കടൽ ജലത്തെ ശുദ്ധീകരിച്ച് കുടിവെള്ളം ഉണ്ടാക്കുന്ന ഒരു മാർഗമാണ് റിവേഴ്സ് ഓസ്മോസിസ്. അപ്പോൾ എന്താണ് റിവേഴ്സ് ഓസ്മോസിസ്? കടൽ ജലത്തെ ശുദ്ധീകരിച്ച് കുടിവെള്ളം ഉണ്ടാക്കുന്ന ഒരു മാർഗമാണ് റിവേഴ്സ് ഓസ്മോസിസ്. ഇത് വിവിധ ഘട്ടങ്ങളുള്ള ഒരു പ്രവർത്തനമാണ്. ലയിച്ചു ചേർന്ന ലവണങ്ങൾ ഒഴിച്ചുള്ള മാലിന്യങ്ങളെ നീക്കം ചെയ്യലാണ് ആദ്യഘട്ടം. അപ്പോൾ ആദ്യഘട്ടം എന്താണ്? റിവേഴ്സ് ഓസ്മോസിസിൻ്റെ ആദ്യഘട്ടം ലയിച്ചു ചേർന്ന ലവണങ്ങൾ ഒഴിച്ചുള്ള മാലിന്യങ്ങളെ നീക്കം ചെയ്യലാണ് ആദ്യഘട്ടം. പിന്നീട് മർദ്ദം ഉപയോഗിച്ച് ഉപ്പുവെള്ളത്തെ ഒരു അർദ്ധധാര്യ സ്തരത്തിലൂടെ കടത്തിവിട്ട് ലവണങ്ങളെ വേർതിരിക്കുന്നു. ഇങ്ങനെ ലഭിക്കുന്ന ശുദ്ധജലത്തിൽ ലവണങ്ങൾ, ഹെവി മെറ്റൽസ്, സൂക്ഷ്മജീവികൾ എന്നിവ ഉണ്ടാകില്ല. ഇതിൻ്റെ pH ക്രമീകരിച്ച ശേഷം കുടിവെള്ളമായി ഉപയോഗിക്കുന്നു. അപ്പോൾ കടൽ ജലത്തിൻ്റെ ശുദ്ധീകരണത്തിനെ കുറിച്ചിട്ടാണ്
നോക്കാം. കടൽ ജലത്തെ ശുദ്ധീകരിച്ച് കുടിവെള്ളം ഉണ്ടാക്കാനുള്ള ഒരു മാർഗ്ഗമാണ് റിവേഴ്സ് ഓസ്മോസിസ്. റിവേഴ്സ് ഓസ്മോസിസ് എന്നാൽ കടൽ ജലത്തെ ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കാനുള്ള ഒരു മാർഗ്ഗമാണ്. ഇത് വിവിധ ഘട്ടങ്ങളുള്ള പ്രവർത്തനമാണ്. ഈ റിവേഴ്സ് ഓസ്മോസിസിന് നിരവധി ഘട്ടങ്ങളുണ്ട്. ലയിച്ചു ചേർന്ന ലവണങ്ങൾ ഒഴിച്ചുള്ള മാലിന്യങ്ങളെ നീക്കം ചെയ്യലാണ് ആദ്യഘട്ടം. പിന്നീട് മർദ്ദം ഉപയോഗിച്ച് ഉപ്പുവെള്ളത്തെ ഒരു അർദ്ധധാര്യ സ്ഥലത്തിലൂടെ കടത്തിവിട്ട് ലവണങ്ങളെ വേർതിരിച്ചെടുക്കുന്നു. അതിനുശേഷം ഇങ്ങനെ ലഭിക്കുന്ന ശുദ്ധജലത്തിൽ ലവണങ്ങൾ, ഹെവി മെറ്റൽസ്, സൂക്ഷ്മജീവികൾ എന്നിവ ഉണ്ടാകില്ല. ഇതിൻ്റെ pH ക്രമീകരിച്ചതിനു ശേഷം നാം കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്നു. ഇനി മനുഷ്യ ശരീരത്തിൽ ജലത്തിൻ്റെ വിവിധ ധർമ്മങ്ങൾ നോക്കാം. മാലിന്യങ്ങൾ പുറന്തള്ളുന്നതിന് ജലം അത്യാവശ്യമാണ്. ശരീരതാപം നിയന്ത്രിക്കുന്നതിന് ജലം അത്യാവശ്യമാണ്. സന്ധികളിൽ ഘർഷണം കുറയ്ക്കുന്നതിന്, ഇന്ദ്രിയങ്ങളെ ഈർപ്പമുള്ളതാക്കി സംരക്ഷിക്കുന്നതിന്, പോഷകഘടകങ്ങളെ കോശഭിത്തിയിൽ എത്തിക്കുന്നതിന് എല്ലാം ജലം അത്യന്താപേക്ഷികമായ ഒന്നാണ്. അപ്പോൾ ഈ പാഠഭാഗത്തിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പഠിച്ചെടുക്കാനുണ്ട്. എല്ലാ പോയിന്റുകളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അടുത്തത് ഓൾഡ് SCERTയിലെ 3ാമത്തെ ചാപ്റ്റർ നോക്കാം. SCERT 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് 3ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് മാനത്തെ നിഴൽ കാഴ്ചകളാണ്. അതിലെ വളരെ ചെറിയൊരു പാഠഭാഗമാണ്. കുറച്ച് പോയിന്റ്സാണ് പഠിച്ചെടുക്കാനുള്ളത്. നോക്കാം. പ്രകാശം പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കൾ അറിയപ്പെടുന്നത് സുതാര്യ വസ്തുക്കൾ എന്ന്. പ്രകാശം പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കൾ അറിയപ്പെടുന്നത് സുതാര്യ വസ്തുക്കൾ. പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കൾ അറിയപ്പെടുന്നത് അധാര്യ വസ്തുക്കൾ. പ്രകാശം ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളാണ് അർദ്ധധാര്യ വസ്തുക്കൾ. സൂര്യഗ്രഹണം നടക്കുന്നത് ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോഴാണ്. സൂര്യഗ്രഹണം നടക്കുന്നത് ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ, അതായത് ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കുമ്പോഴാണ് സൂര്യഗ്രഹണം നടക്കുന്നത്. EMS, എർത്ത്, മൂൺ, സൺ. അങ്ങനെ ആലോചിച്ച് വയ്ക്കാം. ചന്ദ്രഗ്രഹണം നടക്കുന്നത് ചന്ദ്രനും സൂര്യനും ഇടയിൽ. ചന്ദ്രഗ്രഹണം എന്ന് പറയുമ്പോൾ ചന്ദ്രൻ തന്നെ ആദ്യം. ചന്ദ്രനും സൂര്യനും ഇടയിൽ ഭൂമിയിൽ നേർരേഖയിൽ വരുമ്പോഴാണ്. അതായത് ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുമ്പോഴാണ് ചന്ദ്രഗ്രഹണം നടക്കുന്നത്. MES, മൂൺ, എർത്ത്, സൺ. നിഴലുകളെ ഉപയോഗപ്പെടുത്തി നടത്തപ്പെടുന്ന ഒരു ദൃശ്യ കലാവിരുന്ന് നിഴൽ പാവക്കൂത്ത്. അപ്പോൾ നിഴലുകളെ ഉപയോഗപ്പെടുത്തി നടത്തപ്പെടുന്ന ഒരു ദൃശ്യ കലാവിരുന്നാണ് നിഴൽ പാവക്കൂത്ത്. സൂര്യഗ്രഹണ സമയത്ത് ചന്ദ്രൻ, ഭൂമി, സൂര്യൻ എന്നിവയുടെ സ്ഥാനം സൂര്യൻ, ചന്ദ്രൻ, ഭൂമി എന്നിങ്ങനെയായിരിക്കും. സൂര്യഗ്രഹണ സമയത്ത് ഇവയുടെ സ്ഥാനം ചന്ദ്രൻ, ഭൂമി, സൂര്യൻ എന്നിവയുടെ സ്ഥാനം സൂര്യൻ, ചന്ദ്രൻ, ഭൂമി എന്നിങ്ങനെയായിരിക്കും. സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുന്നു. ആ സമയം ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നു. നിഴൽ പതിക്കുന്ന ഭാഗത്ത് നിന്ന് സൂര്യനെ കാണാനാവാതെ വരുന്നു. ഈ ഒരു പ്രതിഭാസമാണ് എന്ത്? സൂര്യഗ്രഹണം. സൂര്യഗ്രഹണം പ്രധാനമായിട്ടും 3 തരത്തിലാണുള്ളത്. പൂർണ്ണ സൂര്യഗ്രഹണം, വലയ സൂര്യഗ്രഹണം, ഭാഗിക സൂര്യഗ്രഹണം. സൂര്യഗ്രഹണം പ്രധാനമായും 3 തരത്തിലുണ്ട്. പൂർണ്ണ സൂര്യഗ്രഹണം, വലയ സൂര്യഗ്രഹണം, ഭാഗിക സൂര്യഗ്രഹണം. സൂര്യനെ ഒരു വലയം പോലെ ദൃശ്യമാകുന്ന സൂര്യഗ്രഹണം അറിയപ്പെടുന്നത് വലയ സൂര്യഗ്രഹണം എന്നാണ്. സൂര്യനെ ഒരു വലയം പോലെ ദൃശ്യമാകുന്ന സൂര്യഗ്രഹണം അറിയപ്പെടുന്നത് വലയ സൂര്യഗ്രഹണം എന്നാണ്. ഈ വലയ സൂര്യഗ്രഹണം ഏറ്റവും ഒടുവിലായിട്ട് സംഭവിച്ചിട്ടുള്ളത് 2019 ഡിസംബർ 26 വലയ സൂര്യഗ്രഹണം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ചെറിയ ചാപ്റ്ററാണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PYQs വന്നിട്ടുള്ള പാഠം കൂടിയാണ്. നോട്ട് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ 4ാമത്തെ ചാപ്റ്റർ നമുക്ക് പഠിച്ചെടുക്കാം. താങ്ക് യു.